എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നാളെ വാലന്റൈൻസ് ഡേ അല്ലേ, അപ്പോൾ എന്തെങ്കിലും ഒന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണമെന്ന് തോന്നി. ഞാനിവിടെ ബട്ടർസ്കോച്ച് കേക്കാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിൽ ബട്ടർസ്കോച്ച് സോസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും പ്രലൈൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ബട്ടർസ്കോച്ച് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തത്. 1 കപ്പെന്ന് പറയുന്നത് 250 ml കപ്പാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഞാനിവിടെ 3 തവണയാണ് ഇത് അരിച്ചെടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ മുട്ട ഒരുവിധം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇത് മുഴുവനും അങ്ങ് ഒരുമിച്ചങ്ങ് ഇട്ട് കൊടുക്കണ്ട. കുറച്ച് വീതം ചേർത്തിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ 1 കപ്പെന്ന് പറയുന്നത് 250 ml കപ്പാണ്. നേരത്തെ മൈദ അളന്നെടുത്ത അതേ കപ്പിൽ തന്നെയാണ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഇതൊരു 3 തവണയായിട്ട് ചേർത്തിട്ടാണ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. മുട്ടയും പഞ്ചസാരയും ഒക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ലൊരു ഫോമി കൺസിസ്റ്റൻസിയിലാകുന്നത് വരെ നമ്മളിതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടുന്നത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളത് വാനില എസൻസ് ആണ്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർസ്കോച്ച് എസൻസും കൂടി ചേർക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്. 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്. നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇലക്ട്രിക് ബീറ്റർ മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത്. അപ്പോൾ ഇതും എല്ലാം കൂടി ഒരുമിച്ചങ്ങ് ഇട്ട് കൊടുക്കരുത്. കുറച്ച് വീതം ചേർത്തിട്ട് ഒരു സ്പാറ്റുല ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഇതിനു മുമ്പ് ക്യാരറ്റും ഈന്തപ്പഴവും ഒക്കെ ചേർത്തിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പികളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ആ വീഡിയോ ഒന്ന് കാണണം. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് തന്നതാണ് അതിന്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പാലാണ് ചേർക്കുന്നത്. പാൽ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുണ്ടായിരുന്ന മൈദ കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതൊരല്പം തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി പാല് ചേർക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ പാല് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത നമ്മുടെ കേക്കിൻ്റെ കൂട്ടാണ് ഇപ്പോൾ ഈ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കുന്നത്. കേക്ക് ടിന്നിൽ ഒരു പാർച്ച്മെൻറ്റ് പേപ്പറും അടിയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസ് ആണ് OTGയിലാണെങ്കിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ IFBയുടെ മൈക്രോവേവ് കൺവെക്ഷൻ ഓവനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 160 ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് ബേക്ക് ചെയ്തെടുത്തത്. 30 മിനിറ്റാണ് എടുത്തത്. നല്ല പെർഫെക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ IFB ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ ഇത് 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതിയാകും. സാധാരണ OTG ആണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ബേക്ക് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമുക്കിത് നല്ലതുപോലെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഇതൊരു വയർ റാക്കിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് പ്രലൈൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാനിലേക്ക് 1/4 കപ്പ് വീതം കാഷ്യൂ നട്ട്സും ബദാമുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കണം.
അതേ പാനിലേക്ക് ഞാൻ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഈ പഞ്ചസാര ചേർത്ത ഉടനെ സ്പൂൺ കൊണ്ടൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. ഇപ്പോൾ പഞ്ചസാര നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് അല്പം ബട്ടറാണ്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്തത്. ഇനി ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. അൺസോൾട്ടഡ് ബട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു നുള്ള് ഉപ്പ് കൂടി ചേർക്കാനായിട്ട് മറക്കരുത്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട്സിൻ്റെയും ബദാമിൻ്റെയും മിക്സ് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ ശേഷം ഉടനെ തന്നെ നമുക്ക് ബട്ടർ പേപ്പറിൽ ഒരല്പം ബട്ടർ പുരട്ടിയിട്ടുണ്ടായിരുന്നു, അതിലേക്കാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത്. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. തണുത്ത് കഴിയുമ്പോൾ കൈകൊണ്ട് തന്നെ നമുക്കിതങ്ങ് പൊട്ടിച്ചെടുക്കാം. ഇതിവിടെ തണുക്കാനായി വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കാം. ഒരു നുള്ള് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. കാഷ്യൂനട്ട്സിൻ്റെയും ബദാമിൻ്റെയും മിക്സ് നന്നായിട്ട് തണുത്ത ശേഷം കൈകൊണ്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി പൊടിച്ചിട്ട് ഒരു സിപ്ലോക്ക് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് പൊടിച്ചെടുത്ത ശേഷം മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ബട്ടർസ്കോച്ച് സോസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പഞ്ചസാര നല്ലതുപോലെ മെൽറ്റാക്കി എടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ചേർക്കാനുണ്ട്. ഏകദേശം 3 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്തത്. ഇത് നല്ലതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വന്ന ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഒരല്പസമയം കൂടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു ഏകദേശം 1/2 കപ്പ് അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർസ്കോച്ച് സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഈ ബ്ലേഡും ബൗളും ഫ്രീസറിൽ 2-3 മണിക്കൂർ നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റിച്ചിൻ്റെ സ്റ്റാർ വിപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു ക്രീമും ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഫിയോണ എടുത്താലും മതിയാകും. നല്ലതുപോലെ സ്റ്റിഫ് ആകുന്നത് വരെ ഇങ്ങനെയൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിതൊന്ന് എടുത്ത് കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ എടുത്ത ശേഷം ഒന്ന് തിരിച്ചു പിടിച്ചാലും ഒന്ന് തട്ടിക്കൊടുത്താലും ഇത് താഴെ വീണ് പോകരുത്. അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇതിപ്പോൾ കമിഴ്ത്തി പിടിച്ചിങ്ങനെ തട്ടി ഒന്ന് കൊടുത്തിട്ടൊന്നും താഴേക്ക് വീഴുന്നില്ല. നല്ല സ്റ്റിഫായിട്ട് തന്നെ നമ്മൾ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ലെമൺ യെല്ലോ കളറാണ് ചേർക്കുന്നത്. ഞാനിവിടെ 2 ഡ്രോപ്പ് മാത്രമാണ് ചേർക്കുന്നത്, ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ബട്ടർസ്കോച്ച് എസൻസും 2 ഡ്രോപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് സ്പാറ്റുല വെച്ചിട്ട് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. വീണ്ടും ഇത് ഇലക്ട്രിക് ബീറ്ററൊന്നും ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയ ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കാവുന്നതാണ്. അവസാനം നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. ടേൺ ടേബിളിന് മുകളിലായിട്ട് ഒരു കേക്ക് ബോർഡ് വെച്ചിട്ട് അതിലൽപ്പം ക്രീം വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുകളിൽ നമുക്ക് ആദ്യത്തെ ലെയർ കേക്ക് വയ്ക്കാം. ഞാനിവിടെ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ലെയറിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ച ശേഷം ക്രീം വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇനി ഇതിന് മുകളിലായിട്ട് വേണം നമുക്ക് ബട്ടർസ്കോച്ച് സോസ് വയ്ക്കാനായിട്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള സോസ് ഒഴിച്ചിട്ട്
നന്നായിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതിന് മുകളിലായിട്ട് കാരമലൈസ്ഡ് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കാരമലൈസ്ഡ് കാഷ്യൂ നട്ട്സും ബദാമും ഒക്കെ ചേർത്ത ശേഷം സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിനുള്ള ക്രീം ചേർത്ത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്ത ശേഷം ബട്ടർസ്കോച്ച് സോസ് ചേർത്ത് കൊടുക്കാം. ഇതും നല്ലതുപോലെ ഒന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിന് മുകളിലായിട്ട് കാരമലൈസ്ഡ് നട്ട്സ് ചേർക്കാം. അതിനുശേഷം മൂന്നാമത്തെ ലെയർ വെച്ചിട്ടുണ്ട്. വീണ്ടും ഇതേ ഒരു പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്, ക്രീം വെച്ചിട്ടുണ്ട്. ഇനി സൈഡിലും നന്നായിട്ട് ക്രീം ചേർത്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം സ്മൂത്തായി കിട്ടും. സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് സ്മൂത്താക്കി എടുത്ത ശേഷം മുകൾ ഭാഗം കൂടി ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതൊരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഞാനിപ്പോൾ അരമണിക്കൂറാണ് ഫ്രീസറിൽ വെച്ചത്. അതിനുശേഷം പുറത്തെടുത്തിട്ട് ഈ കാരമലൈസ് ചെയ്തെടുത്ത നമ്മുടെ കാഷ്യൂ നട്ട്സും ബദാമും ഇതുപോലെ ഒന്ന് വെക്കുകയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് വെക്കാൻ പറ്റും. ഇങ്ങനെ ടേൺ ടേബിൾ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ എല്ലാ സ്ഥലത്തും നന്നായിട്ട് ഇതിപ്പോൾ കാരമലൈസ്ഡ് നട്ട്സ് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിൻ്റെ മുകൾ ഭാഗം ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു 3 ലെയറായിട്ട് ഇങ്ങനെയൊന്ന് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് സെൻറ്ററിലായിട്ട് നമുക്ക് കുറച്ച് ബട്ടർസ്കോച്ച് സോസ് ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സെൻറ്ററിലും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അങ്ങനെ സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബട്ടർസ്കോച്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു ഫ്രിഡ്ജിൽ 3 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ പുറത്തെടുത്തിരിക്കുകയാണ്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു ബട്ടർസ്കോച്ച് കേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്